எப்படி இருந்த கொச்சிக்காரன் மெட்ராஸ்காரன் தமிழ் பேசும்போது தமிழ் ഡയലോഗ്? കുറച്ച് കഷ്ടപ്പാടായിരുന്നു. പിന്നെ പിന്നെ ഈസി ആയി എന്നുള്ളതല്ല, ഷൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞ് ഡബ് ചെയ്തപ്പോഴാണ് ചില വാക്കുകൾ നമ്മൾ ചില അക്ഷരങ്ങൾ നമ്മൾ പറയണ പോലെ അല്ല അവർ പറയണം. അതിൻ്റെ സ്പീഡ് വേറെയാണ്. ചില അക്ഷരങ്ങൾ അവർ പറയില്ല, എന്നാൽ അത് ആ അക്ഷരത്തിലുണ്ടാവുന്നതാണ് ചില വാക്കുകൾ. അപ്പം അതൊക്കെ കുറച്ച് ട്രിക്കിയായിരുന്നു ആ രീതിയിൽ പറഞ്ഞെടുക്കാൻ. എന്നാലും എനിക്ക് പറ്റാവുന്നതിന് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷെങ്ക്രോ, ഇവിടെ ഈ പൊങ്കൽ റിലീസ് കേരളത്തിലും ഭയങ്കര സെലിബ്രേറ്റഡ് ആണല്ലോ. ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന പൊങ്കൽ റിലീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലും ഭയങ്കര സംഭവം. അപ്പോൾ ശരിക്കും ഒരു മലയാളിയുടെ സിനിമ പൊങ്കലിൽ തമിഴ്നാട്ടിൽ റിലീസ് ആവാന്നുള്ളൊരു കാര്യം കൂടെ സംഭവിക്കുകയാണല്ലോ. അപ്പോൾ ഈ പൊങ്കൽ റിലീസിന്റെ പ്രഷർ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ പ്രഷർ ശരിക്കും അടിക്കുന്നുണ്ടോ ഈ ന്യൂ ഫേസ്? ബ്രോ, എനിക്കിത് ശരിക്കും പറഞ്ഞാൽ 31st വെച്ചിരുന്ന പടമായിരുന്നു. വിനയം മേടിച്ച് മാറിയതുകൊണ്ടാണ് ഈ ഡേറ്റിലേക്ക് വന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒരു ഡേറ്റിന് നമ്മുടെ ഒരു പടം അവർ തിയേറ്ററിൽ കൺസിഡർ ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. എല്ലാം ഇങ്ങനെ സിറ്റുവേഷനിൽ വന്നതുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് പൊങ്കലിന് വെച്ച പടമല്ല. ഒരുപാട് ഡേറ്റ്സ് നോക്കിയിരുന്നു മുമ്പ്. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് വലിയ സ്റ്റാർസിൻ്റെ അവിടെ പടങ്ങൾ ഒരു തിയേറ്റർ കിട്ടില്ല എന്നൊക്കെയുള്ള സീനായിരുന്നു. പക്ഷെ ഇത് ദൈവം സഹായിച്ചിങ്ങനെ ഈ ഒരു റിലീസ് എക്സൈറ്റഡ് ആണ് ബ്രോ. ടെൻഷന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പേടിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു അങ്ങനെ ഒരു നടന്നതിൽ. കലിബ്രോ, ഇപ്പോൾ 2024 വാഴ വന്നു. വാഴ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ തിയേറ്ററിലും ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത സിനിമ കൂടിയാണ്. കാരണം അതിൻ്റെ ക്രിട്ടിക് ആസ്പെക്റ്റാണ് പൊതുവെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറ്. പക്ഷെ നമ്പേഴ്സും വന്ന സിനിമ ശരിക്കും അത്തരം സിനിമകൾ ഒരു ആക്ടർ എന്ന രീതിയിൽ മുന്നോട്ടുള്ള കരിയറിനെ എത്രത്തോളം ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യും ശരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്? So what was the motivation that Vaazha success gave to you? Every film success motivates us, failure teaches us. So அதனால வாழை ரொம்ப ஸ்பெஷலான ஒரு ஃபிலிம் தான் எனக்கு கண்டிப்பாக. ஃபர்ஸ்ட் ஆஃப் ஆல் மாரி செல்வராஜ் சாரோட ஒர்க்கில் பண்ணது ஒரு ஹாப்பினஸ். அதே மாதிரி இட்ஸ் அ வெரி பிக் லேர்னிங் ஃபார் மீ வாழை. அந்த அந்த லைஃப்பை பற்றி நான் லேர்ன் பண்ணுறதுக்கான ஒரு ஸ்பேஸாக தான் நான் அதை பார்த்தேன். கண்டிப்பாக தொடர்ந்து அந்த மாதிரி உழைக்கும் வர்க்கத்தோட படங்களை வந்து நம்ம பண்ணணும், அது சப்போர்ட் பண்ணணுன்றது. அந்த சக்ஸஸ் ரொம்ப ஹாப்பியாக இருந்தது. ரொம்ப இட்ஸ் லைக் வெரி ஹாப்பி. நாட் ஓன்லி வாழை, எவ்ரி ஃபிலிம் சக்ஸஸ் இஸ் ரியலி ஹாப்பி ஃபார் அஸ். டைரக்டர் சார், உங்கள் பேரில் இந்த வாலி இருக்குது, அது அஜித்குமார் சார் அந்த படத்துக்கு எதாவது கனெக்ஷன் இருக்கா? வாலி ராமாயணம் சார், இது ராமாயண் வாலி, அதுதான் ஒரிஜினல். ஸோ அதோட கனெக்ஷனாக கூட இருக்கலாம், தெரில. எப்படி இந்த நம்ம ஷெய்னிகம் கொச்சிக்காரன் மெட்ராஸ்காரன் அவர் முழுக்க மெட்ராஸ்காரனாகவே மாறிட்டார் அப்போது. ஸோ அதனால ரொம்ப ஈஸியாக இருந்துச்சு, ஜாலியாக இருந்தது. டயலாக் ப்ரெசன்டேஷன், டப்பிங், ஃபுல் டப்பிங் அவர் தான் பண்ணியிருக்காரு தமிழ்.